എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മട്ടന്നൂരിനകത്ത് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മട്ടന്നൂർ നഗരസഭയിലെ റോഡ് സംബന്ധിച്ച്. അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ കൗൺസിലർമാർ ഇത് സംബന്ധിച്ച് ഒരു പ്രതിഷേധ പരിപാടികളൊക്കെ ആയി മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഇതെന്താണ് ഇതിനെക്കുറിച്ച് എംഇയുടെ ചർച്ച ചെയ്യാത്തത്, ഇതിൻ്റെ ആളുകളോട് ചോദിക്കാത്തത് എന്നുള്ള വലിയ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു അവസരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ 3 മുന്നണികളുടെയും നേതാക്കന്മാരാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ അവരോട് തന്നെ നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും നിങ്ങൾക്ക് അറിയാനുള്ളൊരു അവസരം ഒരുക്കുക എന്നതാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് മട്ടന്നൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള പി ശ്രീനാഥ്, ഒപ്പം കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മാവില, BJPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ പുതുക്കുടി എന്നിവരാണ്. അപ്പോൾ 3 ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം തന്നെ മാവിലെ 3 വർഷമായി ഈ 6ാമത് ഭരണസമിതിയുടേത്. അപ്പോൾ 3 വർഷം കഴിഞ്ഞപ്പോൾ UDF പ്രതിഷേധമായി വന്നിട്ടുണ്ട് റോഡിൻ്റെ വിഷയത്തിൽ. എന്താണ്, എവിടെയാണ് റോഡ് ഇല്ലാത്ത പ്രശ്നം നേരിടുന്നത്? മട്ടന്നൂർ നഗരസഭ 3 വർഷം, ഇപ്പോഴത്തെ ഭരണസമിതി 3 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഒരു പ്രതിപക്ഷം എന്നുള്ള നിലക്ക് തീർത്തും ഭരണപക്ഷത്തോടൊപ്പം നിന്നുകൊണ്ട് തന്നെ എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈയൊരു സമയം നമ്മുടെ നഗരസഭയിലുള്ള എല്ലാ റോഡുകളും, പ്രാന്തപ്രദേശങ്ങളിലുള്ള ഗ്രാമങ്ങളിലുള്ള എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിലുള്ള വളരെ പ്രയാസത്തിലാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു നഗരസഭയുടെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ നാട്ടുമ്പുറത്തിൻ്റെ വികസനമെന്ന് പറയുന്നത് അത് റോഡ് വികസനമാണ്. പശ്ചാത്തല മേഖലയുടെ അടിസ്ഥാന വികസനമാണ് എല്ലാ ഘട്ടത്തിലും ജനം ചർച്ച ചെയ്യപ്പെടുന്നത്. ആളുകൾക്ക് അവരുടെ ഗ്രാമങ്ങളിലുള്ള റോഡുകൾ നല്ല ഗതാഗത യോഗ്യമാക്കുക, അത് നാട്ടുകാരുടെ സ്വപ്നമാണ്. ഇപ്പോൾ മട്ടന്നൂർ നഗരസഭയിലെ എല്ലാ റോഡുകളും അതിനിപ്പം കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സാങ്കേതികത്വമുണ്ട്. പക്ഷെ എന്നാലും ആ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാങ്കേതികത്വം ഉണ്ടെങ്കിൽ പോലും സമയബന്ധിതമായി അത്തരം കാര്യങ്ങളൊക്കെ തീർപ്പ് കൽപ്പിക്കേണ്ടതും അത് ഉടനടി അത്തരത്തിൽ പരിഹരിക്കേണ്ടതുമായിട്ടുള്ള ഉത്തരവാദിത്വം തീർത്തും നഗരസഭക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഘട്ടത്തിൽ അതൊന്നും തീർപ്പ് കൽപ്പിക്കാതെ ആളുകളെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ നഗരസഭയുടെ നിലപാട് എന്നുള്ളതാണ് ജനം ചർച്ച ചെയ്യപ്പെടുന്നത്. അതാണ് രാജേട്ട, ഇപ്പോൾ നിങ്ങൾക്കൊരു കൗൺസിലർ സ്വാഭാവികമായി മട്ടന്നൂർ നഗരസഭയിലുണ്ട്. അപ്പോൾ UDF ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. BJPയുടെ നിലപാട് എന്താണ്? റോഡുകളൊക്കെ ഓക്കെ ആണോ, സുഗമമാണോ? റോഡുകൾ എന്ന് പറഞ്ഞാൽ മട്ടന്നൂരിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ടൗണിൽ കുറച്ചൊരു വികസനമൊക്കെ കാണിച്ചെന്നല്ലാതെ ഉള്ളിലോട്ടേക്ക് പോകുന്ന ഇത് നമുക്കറിയാം. ഇപ്പോൾ മട്ടന്നൂർ നമുക്ക് ഏറ്റവും വലിയ അറിയപ്പെടുന്ന മട്ടന്നൂരിലെ അമ്പലമാണ് മഹാദേവ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ 27-ാം തീയതി കൊടിയേറ്റ് നടക്കുകയാണ്. ആ ക്ഷേത്രത്തിൻ്റെ സൈഡിലോട്ടേക്ക് പോകുന്ന ആ റോഡ് ഒരാൾക്ക് നടന്നു പോകാൻ വരെ പറ്റാത്ത രീതിയിലാണുള്ളത്. അതുപോലെ തന്നെ പാലോട്ട് പള്ളിയിൽ നിന്ന് കോളാരിലേക്ക് പോകുന്ന റോഡ് എത്രയോ വർഷങ്ങളായി ആ റോഡ് കുത്തിപ്പൊളിച്ചിട്ടിട്ട് ചെയർമാനോടൊക്കെ സംസാരിച്ച സമയത്ത് അത് പിന്നെ ചില പരാതികൾ വന്നതിൻ്റെ അടിസ്ഥാനം. പക്ഷേ ഈ പരാതി തീർക്കേണ്ടത് ആരാണ്? ഇവിടുത്തെ ചെയർമാനും അതിന് നേതൃത്വം കൊടുക്കുന്ന അവരല്ലേ ഇതിനു വേണ്ടി മുൻകൈ എടുക്കേണ്ടത്. ആ റോഡ് കോൺട്രാക്ട് എടുത്ത ആൾ തന്നെ ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒപ്പരം പിന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പരം പഠിച്ച സഹപാഠിയാണ് ആ റോഡ് എടുത്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ സാങ്കേതികത്വം തീർക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ അത്തരത്തിലുള്ള സാങ്കേതികത്വത്തിൻ്റെ പേരും പറഞ്ഞ് ജനങ്ങൾക്ക്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ ഒരു മരിച്ച വീട്ടിൽ പോയി, ഓട്ടോറിക്ഷ വരുന്നില്ല മട്ടന്നൂരിൽ. എന്താ അവർ പറഞ്ഞ സമയത്ത് പറഞ്ഞു, ഞങ്ങൾ 50 രൂപേൻ്റെ ഓട്ടമാണ്, നിങ്ങൾ 150 രൂപ തരേണ്ടി വരും, നമ്മൾ വരണ്ടിക്കുന്നത്. അപ്പോൾ ഒരു പാവപ്പെട്ടവന് ഒരു നടന്നു പോകാൻ വരെ പറ്റാത്ത രീതിയിലുള്ള ഒരു റോഡായിട്ട് അത് മാറിയിട്ടുണ്ട്. ആ റോഡിൻ്റെ അവസ്ഥയുണ്ട്. അതുപോലെ തന്നെയാണ് ജലവുമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ ഇപ്പോൾ ഇല്ലമൂലയിലാണ് താമസിക്കുന്നത്. ആ ഇല്ലമൂലയിലുള്ള ആ വാർഡിലത്തെ ഒരു കുളം കുഴിച്ചിട്ടുണ്ട്. ആ കുളം ശരിക്കും ഇപ്പോൾ കുളമായിട്ടുണ്ട്. അവിടെയിലെ വലിയ കുളമായിരുന്നു, അത് ചെറുതാക്കി മുനിസിപ്പാലിറ്റി കെട്ടി. ഇപ്പോൾ ആ കുളത്തിൽ വെള്ളമില്ല. നിങ്ങളിപ്പോൾ പോയി ചെന്ന് നോക്കിയാൽ അറിയാം. ഞാനിപ്പോൾ അതിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളാണ്. ആ മുനിസിപ്പാലിറ്റി തന്നെ വരുന്ന ഇല്ലമൂലൊക്കെ വരുന്ന ഒരു കുളമാണ്. തീർച്ചയായും അത് ഇപ്പോൾ നേരത്തെ രാജേട്ടൻ പറഞ്ഞു വെച്ചത് കോളേരി റോഡിൻ്റെത് മുഖ്യ കരാറുകാരനായിട്ടുള്ള സാങ്കേതിക പ്രശ്നമല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഭൂവുടമകൾ ആ പ്രദേശത്തുള്ള ആളുകളായിട്ടുള്ള പ്രശ്നം തോന്നുന്നു. ശ്രീനാട്ട, സ്വാഭാവികമായിട്ട് ഇവരൊക്കെ പറയുന്നത് ഇതാണ്. ഈ രാജേട്ടനോട് ഒരു ചോദ്യം കൂടി ഇത് സംബന്ധിച്ചുണ്ട്. നമുക്ക് ആദ്യം റോഡുകൾ, നമുക്കിപ്പോൾ കീച്ചേരി റോഡ്, കോളാരി റോഡ്, അതേപോലെ ഏതാണ് നമ്മുടെ ഈ മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ റാറാവീസ് വഴി പോകുന്ന റോഡ് ആളുകൾ കാണുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ കമൻറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇട്ട പല വാർത്തക്ക് കീഴായിട്ട് ഈ റോഡുണ്ടോ വെച്ചിട്ട്. അപ്പോൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട റോഡുകൾ നമുക്ക് പറഞ്ഞിട്ട് മറ്റു റോഡുകളിലേക്ക് പോകും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇതിനകത്ത് പ്രധാനമായും ഇപ്പോൾ മീഡിയ
ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗം എന്നുള്ളത് റോഡുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ റോഡുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പൊതുവിൽ എല്ലാവരുടെയും ധാരണയിലേക്ക് നമ്മുടെ നഗരസഭയുടെ പൊതുവായ ഒരു സ്ഥിതി സംബന്ധിച്ച് സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നഗരസഭയിൽ ആകെ റോഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് 630 റോഡുകളാണ്. 630 റോഡുകൾ എന്ന് പറയുമ്പോൾ സ്വകാര്യ റോഡുകൾ, അതുപോലെ നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള റോഡുകൾ, PWDയുടെ നിയന്ത്രണത്തിലുള്ള റോഡുകൾ എല്ലാം ചേർത്തുകൊണ്ടാണ് 630 റോഡുകൾ പറഞ്ഞത്. നഗരസഭയുടെ ആസ്തിയിലുള്ള റോഡുകളുടെ എണ്ണം 351 351 റോഡുകളുടെ ആകെ കിലോമീറ്റർ എന്ന് പറയുന്നത് ടാർ ചെയ്ത റോഡുകൾ 205 കിലോമീറ്റർ വരും. മറ്റ് മൺ റോഡുകൾ 38 കിലോമീറ്റർ, കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള 12.8 കിലോമീറ്റർ വരുന്ന റോഡുകളാണ് നമുക്കിന്നുള്ളത്. 9 PWD റോഡുകളുണ്ട്. ആ 9 PWD റോഡുകൾ 22 കിലോമീറ്ററോളം ഏതാണ്ട് വരും. ഇതാണ് പൊതുവിലുള്ളൊരു സ്ഥിതി. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടേതൊരു നഗരഭരണ സ്ഥാപനം അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ നഗരസഭയാണെങ്കിലും മണ്ണൂർ, ഏളന്നൂർ, പൊറോറ, അതുപോലെ കായലൂർ, പമ്പടി ഭാഗം, ഏളക്കുഴി, അതുപോലെ നമ്മുടെ പ്രിയ സുഹൃത്ത് ശ്രീഷ് മാവില ഒക്കെ താമസിക്കുന്ന സ്ഥലം ഏളക്കുഴി, മഞ്ചേരി പൊയിൽ, കൂളിക്കടവ് ഭാഗം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തികച്ചും ഗ്രാമാന്തരീക്ഷമുള്ള സ്ഥലമാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പൊതുവിൽ വികസന കാര്യത്തിലേറെ മുന്നിൽ നിൽക്കുന്ന ഒരിടമാണ്. പൊതുവിൽ എല്ലാവരുടെയും വികസന താല്പര്യം അല്ലെങ്കിൽ ഒരു ഒത്തൊരുമയുടെ ഭാഗമായിട്ട് 4-5 വീടുള്ള സ്ഥലങ്ങളിലേക്ക് കൂടി റോഡുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയാർന്ന കാര്യമാണ്. അപ്പോൾ ഈ റോഡുകളുടെ ആകെ നവീകരണം എന്നുള്ളത് പൊതുവിൽ ഒരല്പം പ്രയാസകരമായ കാര്യമാണ് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകും. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ റോഡിൻ്റെ ശോച്യാവസ്ഥയെ സംബന്ധിച്ച് പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ചില റോഡുകൾ ഇത്തരത്തിൽ ഗതാഗതത്തിന് തീരെ പ്രയാസം സൃഷ്ടിക്കുന്ന തരത്തിലുണ്ട് എന്നുള്ളത് വസ്തുതയായിട്ട് നമുക്ക് കാണാം. അതിനപ്പുറത്ത് നാം കാണേണ്ടത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലക്ക് റോഡുകളുടെ നവീകരണ പ്രവൃത്തി, അതുപോലെ പുതിയ റോഡുകളുടെ നിർമ്മാണം എന്നിവയുടെ കാര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന ഫണ്ടിനെ ഉപയോഗപ്പെടുത്താതിരിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഭരണനിർവഹണത്തിനകത്ത് വരുന്ന പോരായ്മയുടെ ഭാഗമായിട്ടോ ഏതെങ്കിലും റോഡിൻ്റെ പ്രവൃത്തി ബാക്കിയാവുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ആരോപണമായി ഉന്നയിക്കുമ്പോൾ പ്രധാനമായും പരിശോധിക്കേണ്ടത് ആ ഭാഗമാണ്. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഈ നഗരസഭാ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് 162 റോഡുകളുടെ നിർമ്മാണവും നവീകരണവുമായിട്ടുള്ള പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 വർഷമായി നമ്മൾ നേരിടുന്ന പ്രശ്നം, 2 വർഷം എന്ന് പറയാൻ കഴിയില്ല, ഒരു വർഷത്തിനിടയിൽ നാം നേരിടുന്ന പ്രശ്നം, നമുക്ക് ഒരനുഗ്രഹമായി ലഭിച്ചിട്ടുള്ള കിഫ്ബി മുഖാന്തരം നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതിയുണ്ട്. എല്ലാവർക്കും കുടിവെള്ളം ലഭ്യമാകുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഇരിട്ടി, മട്ടന്നൂർ നഗരസഭകളെ ചേർത്തുകൊണ്ട് ഏതാണ്ട് 2.5 കോടിയിലധികം രൂപ, 270 ലക്ഷം അല്ലേ, അതെ കോടിയുടെ പ്രവൃത്തി ഇവിടെ നടക്കുകയാണ്. 270 കോടി രൂപയുടെ പ്രവൃത്തിയാണ് ഈ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ഇരിട്ടി, മട്ടന്നൂർ നഗരസഭകളിൽ നടക്കുന്നത്. ഏതാണ്ട് 1,65,00,000 രൂപ, ഒരു 165 കോടിയുടെ പ്രവൃത്തി നടക്കുന്നത് നമ്മുടെ മട്ടന്നൂർ നഗരസഭയിലാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പദ്ധതിയാണ്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു വികസന പ്രവർത്തനം വരുമ്പോൾ റോഡുകളിൽ കൂടി ട്രഞ്ച് നിർമ്മിച്ചുകൊണ്ട് മാത്രമാണ് ഈ പ്രവൃത്തി നടത്താൻ വേണ്ടി കഴിയുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം നൽകുക എന്നുള്ളതാണ്. നേരത്തെ ഭരണസമിതി ഈ പ്രവൃത്തി നടക്കുന്ന ഘട്ടത്തിൽ 1-ലധികം തവണ യോഗം ചേർന്ന് ആലോചിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഒരല്പം തകർന്നിരിക്കുന്ന റോഡുകൾ റീടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തി നടത്താൻ വെച്ചത് ഈ പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിന് ശേഷം മാത്രം പ്രവൃത്തി പൂർത്തീകരിക്കാം എന്നുള്ള നിലയിലേക്ക് മാറ്റിവെക്കുന്ന ഒരു നിലയുണ്ടായിട്ടുണ്ട്. അത് വസ്തുതാപരമായിട്ട് സൂചിപ്പിക്കുക. എന്താ അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് റോഡ് ടാറിങ്, വലിയ ഫണ്ട് ഉപയോഗിച്ച് റോഡ് ടാറിങ് പ്രവൃത്തി പൂർത്തീകരിച്ചു. തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ഒരു 2-3 മാസത്തിന് ശേഷം ഈ റോഡുകൾ കുടിവെള്ള നിർമ്മാണത്തിനായി തകർക്കപ്പെടുമ്പോഴുണ്ടാകുന്ന നഷ്ടമെന്ന് പറയുന്നത് ചെറുതല്ല. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ചില റോഡുകൾ മാറ്റിവെക്കുന്ന നിലയുണ്ടായിരുന്നു. എന്നാൽ ആ റോഡുകൾക്ക് മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് ആ റോഡിലെ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തീകരിച്ച് റീടാറിങ് ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾക്ക് ധാരാളം കാണാൻ വേണ്ടി കഴിയും. നിങ്ങൾ വസ്തുതാപരമായ ഒരു വിവരാവകാശമൊക്കെ നൽകി ചോദിച്ചു കഴിഞ്ഞാൽ നഗരസഭയിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് വിവരം കിട്ടും. ഏറ്റവും കൂടുതൽ മരാമത്ത് പ്രവൃത്തി ഈ ഭരണസമിതിയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ മരാമത്ത് പ്രവൃത്തി നടക്കുന്ന വർഷം ഈ വർഷമാണെന്ന് നമ്മൾ കാണും. ഇപ്പോൾ ഈ വിഷയത്തിൽ സ്വാഭാവികമായിട്ടും നമ്മളിതിന് മനസ്സിലാക്കേണ്ടത് അവിടെ UDFൻ്റെയും അതേപോലെ BJPൻ്റെയും കൗൺസിലർമാരുണ്ട്. അവർക്കിത് ബോധ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചെയർമാൻ പറഞ്ഞ കാര്യമാണ്. ആ കൗൺസിലർമാർക്ക് ഇത് ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവരുടെ നേതാക്കന്മാർ ഇവരെ പ്രകോപിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ശ്രീനാരായണ ഇത് ഭംഗിയായി ഇത് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കാണ് കൗൺസിലർമാർക്ക് കൗൺസിലിൽ പൊതുവെ വളരെ ഭംഗിയായി കാര്യങ്ങൾ അവതരിപ്പിക്കും. വളരെ ഭംഗിയായി കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റു തരത്തിലേക്ക് ഞാൻ പോകുന്നില്ല. വളരെ കൃത്യമായും അത് ചെയർമാനും കാര്യങ്ങളൊക്കെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഒക്കെ അവതരിപ്പിക്കുന്നു. പക്ഷേ അവതരണം നടക്കുന്നു എന്നല്ലാതെ അതിൻ്റെ പ്രവൃത്തി ഘട്ടത്തിലേക്ക് അതെത്തുന്നില്ല. നമുക്ക് വേണ്ടത് വാക്കുകളിലല്ലോ,
അത് പ്രവർത്തനപരമായി എത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ റോഡിൻ്റെ ഓരോ റോഡിൻ്റെയും പറഞ്ഞ പ്രാന്തപ്രദേശത്തുള്ള റോഡ്, ഗ്രാമീണ റോഡുകൾ. അതിപ്പോൾ ശ്രീനാഥ് പറഞ്ഞത് പിന്നെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പിന്നെ നഷ്ടം സംഭവിക്കുന്നത് കൊണ്ട് ചെയ്തു, ഉൾക്കൊള്ളുന്നു, ശരിയാണ്. പക്ഷേ അത് എല്ലാ ഭാഗങ്ങളിലേക്കല്ലല്ലോ, ഒരു 1-2 റോഡുകൾ, ഇത് എല്ലാ റോഡുകളും തകർന്നിരിക്കുന്നു. നമ്മളിപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ പൊറോറ ഭാഗം, ഞാനിപ്പോൾ ശ്രീനാഥ് പറഞ്ഞ പോലെ ഏളക്കുഴിയിലുള്ള ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളാണ്. എൻ്റെ വീട്ടിൻ്റെ മുമ്പിലേക്കുള്ള പിന്നെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 മാസമായി റോഡ് വല്ലാത്ത അവസ്ഥയിലാണ്. പക്ഷേ അത് ഒരു പ്ലാനിങ്, ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമായി അത് സമയബന്ധിതമായി തീർക്കാനും, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കോൺട്രാക്റ്റുകാരനായാലും അവർക്ക് ഒരു റോഡ് കൊടുക്കുമ്പോൾ സമയബന്ധിതം പെട്ടെന്ന് തീർക്കാൻ, പെട്ടെന്ന് റോഡിൻ്റെ മറ്റ് ടാറിംഗ് പ്രവർത്തനം നടത്താനുള്ള ഒരു ആസൂത്രണം വേണമായിരുന്നു. അതില്ലാത്തതിൻ്റെ അപാകതയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു റോഡ് ഗതാഗതം കൃത്യമായി വന്നാൽ ജീവിത നിലവാരം ഉയരും. ഞാൻ പറയുന്നിപ്പോൾ ഒരു മത്സ്യം വെക്കുന്ന കക്ഷി, പൊറോറയുള്ള കക്ഷി അല്ലെങ്കിൽ ഏളക്കുള്ള കക്ഷി, മത്സ്യം വെക്കുന്ന കക്ഷി നല്ല റോഡുകളാണെങ്കിൽ അവന് കിലോമീറ്ററുകളോളം മത്സ്യം വിറ്റുകൊണ്ട് അവന് വ്യക്തിപരമായ വരുമാനം കൂട്ടാൻ സാധിക്കും. വ്യക്തിപരമായിട്ട് വേണമല്ലോ, നമ്മൾ ജീവിത നിലവാരം ഉയരണമല്ലോ. അപ്പോൾ ഇത് ഒരു ഓട്ടോ തൊഴിലാളി, മട്ടന്നൂരിൽ ഒരു ഓട്ടോ തൊഴിലാളി പൊറോറയ്ക്ക് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ കുഴിക്കലിലേക്ക് വിളിക്കുമ്പോൾ വേണോ വേണ്ടയോ, വരണോ, സംശയമാണ്, വേടിയ സ്ഥലം എന്ന് ചോദിക്കും. നമ്മളിത് ഒരു നഗരസഭയാണ്. നഗരസഭ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള കുറേ പിന്നെ ഭരണസമിതികളുണ്ട്. ഇപ്പോൾ ശ്രീനാഥ് ഉൾപ്പെടുന്ന, ഷാഹിദ് മാഷ് ഉൾപ്പെടുന്ന ഭരണസമിതി 3 വർഷമായിട്ടുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പല പദ്ധതികളും മട്ടന്നൂർ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം 2012 കെ ടി ചന്ദ്രൻ മാഷ് ചെയർമാനായ ശേഷമുള്ള നിരവധിയായ പദ്ധതികൾ, ഇപ്പം ബസ് സ്റ്റാൻഡിൻ്റെ വിഷയം, റോഡ് ശരി, അതെ ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള പല പദ്ധതികളും ബജറ്റിൽ വെച്ചു എന്നല്ലാതെ അത് പ്രാവർത്തികമാക്കുന്നതിലേക്ക് വന്നിട്ടില്ല. അത് ഇപ്പം നിലവിലുള്ള UDFൻ്റെ കൗൺസിലർമാർ കൗൺസിലിനകത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു, പക്ഷേ അത് നടപ്പാകുന്നില്ല എന്നാണ് ഇപ്പോൾ നടപ്പാകുന്നില്ല. അപ്പോൾ അവർക്ക് അതിൽ വലിയ പ്രത്യേക പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മട്ടന്നൂർ നഗരസഭയിൽ പാർട്ടിയുടെ നേതൃത്വം എന്നുള്ള ആൾക്ക് ഒരിക്കലും ഒരു അമിത ആവേശം കൊടുപ്പിക്കുന്ന നിലപാട് എടുക്കാറില്ല. വസ്തുത എന്താണോ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിലപാട് സ്വീകരിക്കണം. അത് കൗൺസിലായാലും വേണം, പുറത്തായാലും വേണം. അങ്ങനെ കൗൺസിലിൽ പല ഘട്ടങ്ങളിലും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്, ആവശ്യം പിന്നെ പലഘട്ടം എഴുതി കൊടുത്തിട്ടുണ്ട്, അവിടെ സഭയിൽ പിന്നെ ബഹിഷ്കരിച്ചിട്ടുണ്ട്. അവസാന ഘട്ടം ഇപ്പോൾ ഇനി നിവൃത്തിയില്ല. ഇനി ജനം ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടം വന്നാൽ ഉത്തരവാദിത്വമുള്ള ഒരു പ്രതിപക്ഷ കക്ഷി എന്ന നിലക്ക് അത് ചോദ്യം ചെയ്യണം. പറയാനുണ്ട് ഇതിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഭരണാധികാരികൾ എന്നുള്ള നിലക്ക് നമുക്ക് തുറന്ന പുസ്തകം പോലെ പറയാനും അതുപോലെ തന്നെ ജനങ്ങൾക്കാകെ അറിയാനും കഴിയുന്ന കാര്യങ്ങൾ വസ്തുതാപരമായി ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ പരിശോധിക്കേണ്ടത് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ളതും അതിന് മുന്നിലുള്ളതായാലും 1 വർഷം നമുക്ക് ലഭിക്കുന്ന ഫണ്ട്, റോഡ് മെയിൻ്റനൻസിനും അതുപോലെ പുതിയ റോഡ് നിർമ്മാണത്തിന് ലഭിക്കുന്ന ഫണ്ട് 1 വർഷം പോലും ഒരു നയാ പൈസ പോലും ലാപ്സാവാതെ ചെലവഴിച്ചു എന്നുള്ളതാണ്. എല്ലാ വർഷവും ഈ വർഷത്തെ ഫണ്ട് കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള റോഡുകൾ നിലവിൽ ചെയ്ത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അതിനോട് ചെറിയൊരു സമയം കൂടി ഇറക്കി തരേണ്ടത്, ഇതിനിടയിൽ നമ്മൾ നടത്തിയിട്ടുള്ള വലിയ കാര്യമാണ്. ഒന്ന് പാലോട്ടുപള്ളി വെമ്പടി കോളാർ റോഡിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ 8,65 ലക്ഷം രൂപയാണ് നമുക്കതിന് ബഡ്ജറ്റ് അലോക്കേഷനായി ലഭിച്ചിട്ടുള്ളത്. PWD റോഡല്ല, നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള റോഡിന് സ്ഥലം MLAയുടെ മുൻകൈയിൽ നഗര ഭരണാധികാരികളുടെ ഇടപെടലിൻ്റെ ഭാഗമായി നഗരസഭയിലെ കൗൺസിലിൻ്റെ പൊതു താല്പര്യത്തെ മാനിച്ച് ആ പ്രദേശത്തുകാരുടെ താല്പര്യത്തെ മാനിച്ച് 8.65 കോടി രൂപ ലഭിക്കുക. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഒരു ഭാഗത്ത് ടാറിങ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഇത്രയും തുക ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥതയുള്ള റോഡിൽ ലഭിച്ചത് അപൂർവമായിട്ടേ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പ്രത്യേക പരിഗണന തന്നെ. അങ്ങനെ നിരവധിയായിട്ട് ഒന്നുകൂടി ചേർത്ത് പറയാം. ഇപ്പോൾ മണക്കായ് റോഡ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട റോഡാണ് അല്ലേ? റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മറ്റ് പഞ്ചായത്തുകളിൽ കൂടി കടന്നു പോകുന്ന റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. നേരത്തെ മണക്കായ്, ഇപ്പോൾ ആക്ഷേപങ്ങളെല്ലാം ചില ആളുകൾ കൊണ്ടുവരും, പക്ഷേ നേരത്തെ മണക്കായ് റോഡിൻ്റെ ഒരു സ്ഥിതി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏറ്റവും നിലവാരമുള്ള, അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡായി മാറിയിട്ടുണ്ട്. ഒന്നുകൂടി ചേർത്ത് പറയട്ടെ, മട്ടന്നൂരിൽ നിന്ന് മരുതായി മണ്ണൂരിലേക്ക് പോകുന്ന റോഡ് ഏതെല്ലാം തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും കുറ്റപ്പെടുത്തുകയല്ല. ജനങ്ങൾ ചില കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും പ്രതിഷേധമായിട്ട് വരും, തർക്കമില്ല. അന്ന്
നഗരസഭയും അതുപോലെ തന്നെ സ്ഥലം MLAയും കേരള സർക്കാരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ പ്രശ്നത്തെ കൃത്യമായി കാണുകയും അതിന് പരിഹാരം കാണുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ 20 കോടി രൂപ ആദ്യം അനുവദിച്ചതുകൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ വീണ്ടും 24 കോടി രൂപ കിഫ്ബി ഫണ്ട് മുഖാന്തരം അനുവദിച്ചുകൊണ്ട് ആകെ കിഫ്ബി ഫണ്ടിൽ നിന്ന് 44 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ 3 റോഡുകൾ സൂചിപ്പിച്ചത് സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കപ്പുറത്ത് സ്ഥലമുടമകൾ കോടതിയിൽ പോയതുകൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. നമുക്കറിയാം, ചില റോഡുകൾക്ക് ഫണ്ട് അനുവദിച്ചു, അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. ഇത്തരം തടസ്സങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരുടെ സഹപാഠിയാണ് എന്നുള്ളതല്ല, കരാറുകാർ അവരുടെ താല്പര്യം കൂടി നോക്കും. അവർ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് അവരുടെ ലാഭം കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അതിന് തടസ്സം വരുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഏതെല്ലാം തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടും നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തതാണ് വിഷയം. കോടതിയിലുള്ള പ്രശ്നത്തെ എല്ലാ വിഭാഗം ആളുകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നുകൊണ്ട് പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് നമ്മളതിൻ്റെ വസ്തുതകളെ കൃത്യമായി കാണുക എന്നുള്ളത്. പിന്നെ കുറേയേറെ റോഡുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നല്ല റോഡുകൾ ധാരാളം ഉണ്ട്. അതിലേക്ക് വരാം. ഇനിയിപ്പോൾ ആളുകൾക്ക് ഇത് കാണുമ്പോൾ ആൾ ചോദിക്കും, കുറേ നിങ്ങൾ കണക്ക് പറഞ്ഞു, കുറേ റോഡ് പറഞ്ഞു, കീച്ചേരി റോഡ് ഉണ്ടോ എന്ന് ചോദിക്കും എന്നോട്. അപ്പോൾ അതിന് കൂടി ഉത്തരമാണ്. അപ്പോൾ സ്വാഭാവിക ഈ കാര്യങ്ങളൊക്കെ BJP കൗൺസിലർക്ക് ബോധ്യമായി എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നേരത്തെ ടൗൺ വാർഡിൻ്റെ മഹാദേവ ക്ഷേത്ര വഴിയിലുള്ള റോഡിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. അതൊക്കെ ഈ BJP കൗൺസിലറുടെ വാർഡാണ്. സ്വാഭാവികം അതൊക്കെ അവിടെ കൗൺസിൽ ഉന്നയിച്ചിട്ടുണ്ടാവും. നേരത്തെ മാവര് പറഞ്ഞ പോലെ എല്ലാം അവിടെ നിന്ന് വായിച്ചു, കടലാസ് വായിച്ചു വന്ന് നടക്കാത്തതുകൊണ്ടാണ്. ഞങ്ങൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിന് മുന്നേ ഒന്നും BJPക്ക് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലായിരുന്നു. ആദ്യമായിട്ടാണ് ബൈ ഇലക്ഷനിലൊരു ആൾ ജയിക്കുന്നത്. പക്ഷേ നമ്മളാ ജയിച്ച വാർഡിൽ BJPയുടെ ഇതിൽ ബന്ധപ്പെട്ട് മാക്സിമം അവിടെ ചെയ്തിട്ടുണ്ട്. 2 റോഡ് MB ഫണ്ടിൽ നിന്ന് അവിടെ ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെയ്യാൻ പോകുന്നു, ഒന്ന് PT ഉഷേൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് റോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു വയൽവീട് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഒന്ന് മുനിസിപ്പാലിറ്റീൻ്റെ ഒരു റോഡും നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്, ആ വാർഡിലേക്ക് എന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി തന്നില്ല എന്നൊന്നും പറയുന്നില്ല, ഇല്ല അങ്ങനത്തെ ആശയമൊന്നുമില്ല, ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മണ്ണൂർ റോഡിൻ്റെ കാര്യം സീനാട്ടൻ പറഞ്ഞു. ആ മണ്ണൂർ റോഡ് ആ ഇടിഞ്ഞ സമയത്ത് അവിടെ ഒരു ശ്യാമള എന്ന് പറഞ്ഞ ഒരു അമ്മയും ഒരു സുമേഷ് എന്ന് പറഞ്ഞ ആളും ഇന്നും ക്വാർട്ടേഴ്സിലാണ് നിൽക്കുന്നത്. അവരെ പുനരധിവസിപ്പിക്കുമെന്ന് MLAയും ഷാജിത്ത് മാഷും എനിക്കൊന്ന് MB അടക്കമുണ്ട്, കോൺഗ്രസിൻ്റെ സുധാകരനാണെന്ന MB, എല്ലാ നേതാക്കന്മാരും വന്നിട്ട് ഈ റോഡ് അതിലെയാണ്, നിങ്ങളെ സ്ഥലം തരണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ മുനിസിപ്പാലിറ്റി അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇന്നും 1 മാസത്തെ വാടക കൊടുത്തു എന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് ഷാജിത്ത് മാഷ വിളിക്കുകയും നേരിട്ട് കാണുകയും ഒക്കെ ചെയ്ത സമയത്ത് നാളെ ശൈലജ ടീച്ചറുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഒരാഴ്ച കഴിഞ്ഞിട്ട്. അങ്ങനെ നിരന്തരം പറഞ്ഞ് ഇന്നും അവർ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. 1 മാസത്തെ വാടക ഒരു മാസത്തെ വാടക കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. ഒരു മാസത്തെ വാടക അല്ല, അത് ഞാൻ 1 മിനിറ്റ്, ആ 1 മാസത്തെ വാടക ഷാഹിത്ത് മാഷ് പറയുന്നത് എൻ്റെ കീശയെന്ന് കൊടുത്തിട്ടാണ് കൊടുത്തതെന്ന് പറഞ്ഞത്. എന്തിനാ ഷാഹിത്ത് മാഷ് ഓരോ കീശയെന്ന് എടുത്തിട്ട് കൊടുക്കേണ്ടതല്ലോ ഈ റോഡിൻ്റെ ഇത്, ഞങ്ങളറിയില്ല. അങ്ങനെ ഷാഹിത്ത് മാഷ് വ്യക്തിപരമായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇനി ആ റോഡ് അവർ പുനരധിവാസം ആ വീട് ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പുറത്ത് എല്ലാ രീതിയിൽ കെട്ടി ആ റോഡ് ഇനി ഇടിയാത്ത രീതിയിലൊക്കെയാണ് ഇപ്പോൾ പണി നടന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അവരെ വഴിയാധാരാക്കുന്ന ഒരു നിലപാടാണ്. ആ വീട്ടിൽ ഇനി അവർക്ക് താമസിക്കാൻ പറ്റൂല. നിങ്ങൾ പോയി നോക്കണം, അവിടെ ഇങ്ങനെ എഞ്ചിനീയർമാരുണ്ടല്ലോ, പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താ പറഞ്ഞത്, ഇപ്പം ആ റോഡ് നന്നായി പണി പൂർത്തീകരിച്ചു എന്നുള്ളത് കൊണ്ട് ഇത് പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലാണെന്നുള്ളത് നോക്കണം. നമ്മയെല്ലാം ഭീതിപ്പെടുത്തിയതാണ്. അവിടെ വന്നു ചേർന്നവരെല്ലാം ഈ സുമേഷിൻ്റെ കുടുംബത്തിൻ്റെയും സ്ഥിതി എന്ന് പറയുന്നത് ഏത് നിമിഷവും അപകടപ്പെടുമെന്നുള്ള നിലക്ക. 1 നിമിഷം പോലും വൈകാതെ എന്ത് സാങ്കേതികമായ പ്രശ്നവും നടപടിക്രമങ്ങളും പ്രശ്നം ഉണ്ടായാലും കൈകാര്യം ചെയ്യുന്നുള്ള നിലക്ക് അവിടുത്തെ നാട്ടുകാരുടെ കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ് അവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതുപോലെ അക്വിസിഷൻ നടപടികളിലേക്കൊക്കെ പോകാൻ വേണ്ടി ആലോചിച്ചതാണ്. ആ നടപടികളുമായി ഒരു ഭാഗത്ത് നീങ്ങുമ്പോൾ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും എന്നുള്ള നിലക്കാണ് അതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈനും ഒക്കെ വന്ന് ഗാബിയൻ വാൾ എന്നുള്ള നിലക്ക് ഏറ്റവും സുരക്ഷിതമായി പണി പൂർത്തീകരിച്ചുള്ളത്. ഈ പണി പൂർത്തീകരിച്ച നിലയിൽ ആ ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് പുനരാലോചിക്കേണ്ട കാര്യമാണ്. അവരുടെ ഭവനം സുരക്ഷിതമായിട്ടുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ അവർക്ക് ഈ കാലത്ത് വന്നിട്ടുള്ള ഈ വാടകയുമായി ബന്ധപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ചെയർമാൻ എത്രയോ തവണ പറഞ്ഞുറപ്പിച്ചതാണ്, അതിനാവശ്യമായുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇതിൽ ചെയർമാൻ കയ്യിൽ നിന്ന് കൊടുത്തു എന്ന് പറയുന്നത് നടപടിക്രമങ്ങൾക്ക് പോലും കാക്കാതെ അവരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടു എന്നുള്ള നിലയിലാണ് നമ്മൾ കാണേണ്ടത്. വികസനവും അതുപോലെ തന്നെ നൂതന ഇടപെടലുകളും ഇത് ഒരു ട്രോഫിക്ക്, ഒരു സ്വരാജ് ട്രോഫി പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുള്ള അവാർഡ് നൽകുന്ന ഇടത്തിൽ സർക്കാർ പരിശോധിക്കുന്ന കാര്യങ്ങളാണ്. അത് കൃത്യമായ രേഖകൾ പരിശോധിച്ചുകൊണ്ടാണ്.
അപ്പോൾ അങ്ങനെയാണ് അവാർഡ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളിലെല്ലാം മികവ് പുലർത്താൻ കഴിയുന്നുണ്ട്. നമ്മളിപ്പോൾ നമ്മൾ സംസാരിച്ചെടുത്ത് തന്നെ ഞാൻ വീണ്ടും എത്തുകയാണ്. റോഡുകളുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകൾ ഇപ്പോൾ മാവേലിയുടെ ശ്രദ്ധയിൽപ്പെട്ട ആളുകൾ പറയുന്ന റോഡ് തകർന്നു കിടക്കുന്നു എന്ന് പറയുന്നത് ഒറ്റ കൊണ്ടത്ത് പറയണം. നമ്മളല്ലാണ്ട് ഇങ്ങനെ നമ്മളെ ഗ്രാമീണ റോഡ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നമുക്കറിയാവുന്നത് ഇപ്പോൾ ഞാൻ 1-2 റോഡുകൾ ഞാനും കൂടി ശ്രദ്ധപ്പെടുത്തും. അതിന് ശ്രീനാരായണ മറുപടിയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് അവർക്കുള്ള കാരണം കാണുന്ന ആളുകൾക്കാണല്ലോ ഉത്തരമാണ്. ഇപ്പം നമുക്ക് തന്നെ ഒരു വാർത്ത ഇടുമ്പോൾ നമുക്ക് ഒരുപാട് ആൾ മെസ്സേജ് അയക്കും, അവ ഇന്ന ഭാഗത്തേക്ക് പോവാം, വണ്ടി അയച്ചു തരാം, കൂട്ടിയിട്ട് പോകാമെന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം മാവിലൊക്കെ അങ്ങനെ ഒരു പ്രധാനമായും തകർന്നിരിക്കുന്നു എന്ന് പറയുന്ന റോഡ് ഏതാണ് തോന്നിയിട്ടുള്ളത്? അതേപോലെ ഇപ്പോൾ തന്നെ ഇവിടെ രണ്ടുപേരും സൂചിപ്പിച്ചത് നമ്മുടെ പിന്നെ പാലോട്ടുപള്ളി കോളാർ റോഡ്, ഞാൻ എടുത്ത് പറയണ്ടല്ലോ, അത് പറഞ്ഞു തരാം. കീച്ചേരി റോഡ് ഇപ്പോൾ നമ്മുടെ ദേവർഗാട് വൈസ് ചെയർമാനാണ്, ശ്രീനാഥിന് വളരെ അറിയുന്നൊരു സ്ഥലമാണ്. പാവോട്ട് പറയുന്നത് വൈസ് ചെയർപേഴ്സൻ്റെ നാടാണ്. ഞാൻ 2 ദിവസം പിന്നെ മുമ്പ് ലാസ്റ്റ് പോയത് വളരെ ഒരു ബൈക്ക് എടുത്ത് പോകാൻ പറ്റാത്ത സാഹചര്യം. ഇപ്പോൾ 2 ദിവസം മുമ്പേ അറിയാലോ, അറിയാം ഉൾക്കൊള്ളുന്നു. ബൈക്ക് എടുത്ത് വാങ്ങിയില്ല. കുഴിക്കൽ റോഡ്, ഈ പറയുന്ന പൊറോറ ഭാഗത്തേക്കുള്ള റോഡ്. ഞാൻ പറഞ്ഞ റോഡുകൾ എന്ന് പറയുമ്പോൾ പേരെടുത്ത് പറയുമ്പോൾ കുറേ റോഡുകളുണ്ട്, കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനത്തെ റോഡ് അതാണ്. ഇപ്പോൾ ദേവർഗാട് റോഡിൻ്റെ കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. മുഴുവൻ ഭാഗമല്ല, ചെറിയൊരു ദൂരം തീർത്തും തകർന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ റോഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ആ കാര്യം കുടിവെള്ള പൈപ്പ് ലൈൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചതിന് ശേഷം ചെയ്യാൻ വേണ്ടിയാണ്. നേരത്തെ കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാനത്തെ കാലത്താണ് താഴെപ്പഴശ്ശി വഴി ദേവർഗാട് പോകുന്ന റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തിയും ഐറിഷ് കോൺക്രീറ്റും പൂർത്തീകരിച്ചത്. ഈ ഭരണസമിതിയുടെ കാലത്താണ് അതിൻ്റെ അന്തിമ നടപടികൾ പൂർത്തീകരിച്ച് ബില്ല് കൈമാറിയിട്ടുള്ളത്. ഇവിടെ ഞാനതിൻ്റെ കാര്യം എൻ്റെ അടുത്ത് 10 റോഡുകൾ 10 ലക്ഷം രൂപ പ്രളയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അതെ കാലവർഷക്കെടുതിയുടെ ഭാഗമായിട്ടുള്ള പുനരുദ്ധാരണ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് 10 റോഡുകൾ ചെയ്തിട്ടുണ്ട്. അതിലൊരു റോഡായി തിരഞ്ഞെടുത്തത് ദേവർഗാട് റോഡാണ്. അതിൽ കുറച്ച് ഭാഗം ഒരല്പം മോശമായ നിലയുണ്ടായിരുന്നു. നിങ്ങൾ കാണേണ്ടത് ഈ കഴിഞ്ഞ തൊട്ട് മുന്നത്തെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി എനിക്കറിയില്ല, വിശ്വസിക്കുന്നത് കണ്ണൂർ ജില്ലക്കകത്ത് ഒരു തദ്ദേശ സ്ഥാപനവും ഏറ്റെടുക്കാത്ത രീതിയിൽ സ്ട്രിപ്പായി പാച്ച് വർക്കുകളുടെ പ്രവൃത്തി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. 25 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റിന് അംഗീകാരം വാങ്ങുന്നതിന് വേണ്ടി ഒരല്പം പ്രയാസപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തകർന്ന ഇടങ്ങൾ നമ്മുടെ ഫണ്ടിനെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി തകർന്ന ഇടങ്ങളിൽ മാത്രം 10-20 മീറ്റർ മാത്രം സ്ട്രിപ്പായി ചെയ്തുകൊണ്ട് ആ റോഡുകളെ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലൊരു പ്രവൃത്തി നടത്തിയ ഇടമാണ് ദേവർഗാട് റോഡ്. ഈ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ മഴക്ക് മുന്നേ പ്രവൃത്തി പൂർത്തീകരിക്കും. അതിൽ കാര്യം ഇതാണ്, ഈ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രവൃത്തി പൂർത്തീകരിച്ചതിന് ശേഷം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ട്രിപ്പായി പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ധനനഷ്ടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഒന്നുകൂടി ചേർത്ത് പറയാം, കോൾഡ് മിക്സ് ഉപയോഗപ്പെടുത്തി ചെറിയ കുഴികൾ അടക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ നഗരസഭയിൽ നടന്നിട്ടുണ്ടാവും. എങ്ങനെയാണ് നടത്തുന്നത്? മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾ, പ്രതിപക്ഷമെന്ന് നമ്മൾ പറയുന്ന ഈ നഗരത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അടിയന്തര പ്രവൃത്തി എന്നുള്ള നിലക്ക് എല്ലാ കൗൺസിലർമാർക്കും 1 ലക്ഷം രൂപ വീതം അനുവദിച്ചുകൊണ്ടുള്ള അടിയന്തര പ്രവൃത്തികൾ കഴിഞ്ഞ മഴക്കാലത്തൊക്കെ ചെയ്തതായിട്ട് നമ്മുടെ ശ്രദ്ധയിലുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒന്ന് കുഴിക്കൽ ഭാഗത്ത് ഇപ്പോൾ റോഡിന് പ്രശ്നമുള്ളത് മുണ്ടോറപ്പൊയിൽ നിന്നും മഞ്ചേരിപ്പോയിലേക്ക് പോകുന്ന റോഡിനാണ് പ്രശ്നം. മറ്റുള്ള സ്ഥലത്ത് യാത്രാ പ്രശ്നങ്ങളുണ്ട്. ഇവരുടെ റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ കുടിവെള്ള പൈപ്പ് ലൈനിൻ്റെ ഭാഗമായിട്ട് കുഴിയെടുത്തതിൻ്റെ ഭാഗമായിട്ടുള്ള റീസ്റ്റോറേഷൻ പ്രവൃത്തി പൂർത്തീകരിക്കാത്ത പ്രശ്നമുണ്ട്. 6 തവണയോളം എല്ലാ ആളുകളെയും ചേർത്തുകൊണ്ട് യോഗം ചേർന്നു ചെയർമാൻ്റെ അധ്യക്ഷതയിൽ തന്നെ. ഇപ്പോൾ ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം അതിനകത്ത് എല്ലാ കൗൺസിലർമാരുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തുന്നു. പരമാവധി വേഗത്തിൽ റീസ്റ്റോറേഷൻ ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് പറയുന്നത്. അതുമാത്രമല്ല, ഒരു പ്രത്യേക താല്പര്യമെടുത്ത് നിലവിൽ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ള കരാറുകാരെ കൊണ്ട് പോലും ഈ റീസ്റ്റോറേഷൻ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിലെല്ലാം ഇടപെടുന്നുണ്ട്. പ്രധാന റോഡുകളുണ്ട്. കളർ റോഡിൽ നിന്നും കീച്ചേരി വഴി നമ്മുടെ മരുതായി റോഡിന് അവിടെ വന്ന് ചേരുന്ന റോഡുണ്ട്, കല്ലൂർ വഴി വരും. ആ റോഡിന് 50 ലക്ഷം രൂപയുടെ പ്രവൃത്തി ഈ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, ജനങ്ങൾ കൂടി വസ്തുത ബോധ്യപ്പെടണം എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് ലഭ്യമാകുന്ന ഫണ്ട് ഉപയോഗിച്ച് നമുക്കൊരിക്കലും ഈ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയില്ല. ആയതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും? മൾട്ടി ഇയറായി ബഹുവർഷ പദ്ധതികളായി പൂർത്തീകരിക്കുന്നതാണ് നാം സ്വീകരിച്ചു വരുന്ന നിലപാട്. പക്ഷേ പുതിയ നിബന്ധനകൾ പ്രകാരം മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതുകൊണ്ട് അവസാന വർഷമായതുകൊണ്ട് ബഹുവർഷ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് സർക്കാർ നിയന്ത്രണം ഏറ്റെടുത്തി. അത് നഗരസഭയ്ക്കും ബാധകമായി. പറഞ്ഞത് മനസ്സിലാവുമെന്ന് വരുന്നു. അവസാന വർഷമാണ് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടേത് എന്നുള്ളത് കൊണ്ട് ഈ 2025-26 അതുകൊണ്ട് ബഹുവർഷ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് തടസ്സം വന്നപ്പോൾ നമുക്ക് ഈ വർഷം പൂർത്തീകരിക്കണമെന്ന് തീരുമാനിച്ച് അംഗീകാരമാകിയിരുന്ന ചില പദ്ധതികൾ ഒഴിവാക്കേണ്ടതായിട്ട് വന്നു. അത് ഈ കാലവർഷത്തിന് മുന്നേ
ഈ കീച്ചേരി റോഡും കീച്ചേരി റോഡിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയും. മഴക്ക് മുന്നേ പൂർത്തീകരിക്കണം എന്നുള്ള നിലക്കാണ് ഭരണസമിതി ആലോചിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തീർത്തു പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ നടപടി, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കൂടി നമ്മുടെ മുമ്പിലുണ്ട്. പെരുമാറ്റച്ചട്ടം വരാൻ വേണ്ടി പോകുന്നുണ്ട്. 3 തെരഞ്ഞെടുപ്പുകളുടെ പെരുമാറ്റച്ചട്ടം നമ്മെ ബാധിച്ചിട്ടുണ്ട്. ഈ നഗരസഭ അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്ന് ടൗൺ വാർഡിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പെരുമാറ്റച്ചട്ടം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന പെരുമാറ്റച്ചട്ടം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം, ഇതെല്ലാം പ്രവൃത്തിയെ ബാധിച്ചിട്ടുണ്ട്. ശ്രദ്ധപ്പെടുത്താൻ പറ്റിയ 2 റോഡുകൾ നമ്മൾ ആളുകൾ പറയുന്നത്, ഒന്ന് പിന്നെ നമ്മുടെ കോടതി കഴിഞ്ഞിട്ട് ടാക്കീസിൻ്റെ അവിടെ നിന്ന് റോഡ് അങ്ങോട്ട് കട്ടയം കവർ, ആ റോഡുമിലോട്ട് ഒരാൾക്ക് നടന്നു പോകാൻ പറ്റും. ബൈക്ക് പോയിട്ട് ഞങ്ങൾ അതിലേക്കൂടി ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യുന്നതാണ്. ആ റോഡ് ഇങ്ങ് കനാലിൻ്റെ അടുത്തം വരെ വളരെ ദയനീയാവസ്ഥയാണ്. അതിൽ കുറച്ച് ദൂരം എന്ന് പറയുന്നത് വളരെ ആ ഇതിൻ്റെ അടുത്ത് വരെ, ആ കനാലിൻ്റെ അവിടെ എത്തുന്നവരെ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം സ്ഥിതിയിലാണ് പോകുന്നത്. പിന്നെ നെടുവട്ടം കുന്നിന്ന് അവർ റോഡുണ്ടല്ലോ ഇല്ലമ്പുലേക്ക് അങ്ങോട്ടേക്ക് പോകുന്ന റോഡ്, ആ റോഡും ആ കുറേ ഭാഗം വളരെ ദയനീയാവസ്ഥയാണ് വാഹനങ്ങൾക്ക് പോകാൻ. അങ്ങനെ നേരത്തെ ഇവരൊക്കെ പറഞ്ഞത് അതിൽ കുറേ റോഡ് ഉണ്ട്. ഇങ്ങനെ ആ റോഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഈ വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടാവുകയും ഫണ്ട് വകയിരുത്താൻ സാധിക്കാത്തതുകൊണ്ട് പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതുമാണ്. ഇന്ന് രാവിലെ ചെയർമാൻ്റെ ചേംബറിൽ പുതിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യോഗം ഇരുന്നപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ടൗണിലെ പ്രധാനപ്പെട്ട റോഡുകൾ, EAC റോഡ് ഉൾപ്പെടെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള നമ്മൾ അമ്പലക്കുളത്തിൻ്റെ അതിലേ പോകുന്ന റോഡ്, അതുപോലെ പ്രഥമ പരിഗണനീയമായ ഒന്നാണ് നമ്മൾ ഈ കട്ടൻ കവർ വഴി. ആ റോഡിൻ്റെ ആദ്യ ഭാഗം കോൺക്രീറ്റാണ്. ആദ്യ ഭാഗം എന്ന് പറയുന്നത് വെള്ളക്കെട്ടുള്ള നന്നായി വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണ്. അവിടെ നിശ്ചിത ദൂരം കോൺക്രീറ്റും അതിനുശേഷം ടാറിങ്ങും ചെയ്ത് നവീകരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് തീരുമാനിച്ചത്. എല്ലാ കാലവർഷത്തിന് മുന്നേ പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിയന്ത്രണങ്ങളെ നമുക്ക് ഇതിനിടയിൽ മറികടക്കാൻ കഴിഞ്ഞാൽ പുതിയ പദ്ധതിയുടെ ഭാഗമായി നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കാണേണ്ടത്, കഴിഞ്ഞ വർഷത്തെ കാലവർഷത്തെ സംബന്ധിച്ച് നമ്മൾ ഓർമ്മയിലുണ്ട്. മെയ് മാസം ആരംഭിക്കുന്നതിന് മുന്നേ കാലവർഷം ആരംഭിച്ചു എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒട്ടേറെ പ്രവൃത്തികൾ ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ കാലവർഷം എന്ന് പറയുന്നത് ഈ ജനുവരി വരെ മഴയായിരുന്നു, ശ്രദ്ധയിലുള്ള കാര്യമാണല്ലോ. പല പ്രവൃത്തികളും ചെയ്യുന്നതിന് തടസ്സമായി നിന്നിരുന്നു. അത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ വന്നില്ല എങ്കിൽ ഈ കാലവർഷത്തിന് മുമ്പേ ഈ പറഞ്ഞുള്ള പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിയും. ഞാൻ ഈ ഒരു റാറാബിസിൻ്റെ അവിടെ കൂടെ റോഡ് പോകുന്നുണ്ടല്ലോ, ആ റോഡ് വളരെ മെല്ലെ പോക്കൊരു നയമാണ്. ആ റോഡ് അതെന്താ BJPൻ്റെ വാർഡിലായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഒരു മെല്ലെ പോക്ക്, ഇത് BJP ക്രെഡിറ്റ് കിട്ടുമെന്നല്ലോ, നഗരസഭ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മളങ്ങനെ നോക്കി അതൊരു വളരെ താമസമാണ് ആ റോഡ്. ആ റോഡ് ഇവര് വളരെ ഉൾക്കൊള്ളുക. പക്ഷേ രാജേട്ടൻ പറഞ്ഞതിൻ്റെ ഉത്തരം നേരത്തെ രാജേട്ടൻ പറഞ്ഞതിനകത്തുണ്ട്, വാർഡ് ആരുടേത് എന്നുള്ള നോട്ടമില്ല. ഇപ്പോൾ MP മാരുടെ വന്നു, ചെയ്തു, നഗരസഭ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ ടൗൺ വാർഡിനകത്ത് പ്രവൃത്തി നടത്തി. നമ്മുടെ കൈലാസ് ഓഡിറ്റോറിയത്തിൻ്റെ അരികിൽ കൂടിയുള്ള റോഡ് ഉത്തരവാദിത്വമാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്നതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു കൗൺസിലർ ഏത് രാഷ്ട്രീയ ഫണ്ട് കിട്ടിയാലും വാങ്ങണം, അത് നടപ്പിലാക്കണം. അതിനകത്ത് അതെ ഭരണാധികാരികളുടെ ചുമതലയാണ്, ആ ചുമതല നിർവഹിക്കുന്നത്. പക്ഷെ ഇതില് ഞാൻ അതിനകത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, പ്രതിപക്ഷ കൗൺസിലർമാരും എന്ന് പറയുന്നത് ശരിയില്ല, നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള കൗൺസിലർമാരും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുന്നത് വൈകുന്നു, ചുമതലാ നിർവഹണം നടത്തുന്നില്ല, സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്, ആവശ്യമായ ശ്രദ്ധയില്ല. എന്നാൽ ഈ കാര്യങ്ങൾ ആർക്കും പരിശോധിക്കാൻ കഴിയുന്നതാണ്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു വീഴ്ചയുണ്ട് എന്നുള്ളത് പറയാൻ സാധിക്കാത്ത നിലയിലാണ് ഇപ്പം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതാണ് സംഭവം. അപ്പോൾ നമ്മൾ റോഡിൻ്റെ വിഷയമാണ് സംസാരിച്ചത്. തുടങ്ങിയിട്ടേ ഉള്ളൂ, തുടങ്ങിയാൽ തീരാത്തതാണ്. സ്വാഭാവികമായിട്ടും ശ്രീനാഥൻ അതിൻ്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇതേപോലെ ഉള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ പല ആളുകൾക്കും സംശയം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ 2 പ്രതിനിധികളെ കൂട്ടി ഇങ്ങനെ ഒരു ചർച്ച നടത്തിയത്. ഇനി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഒരു രാഷ്ട്രീയ ചൂടിനകത്ത് ഇതൊക്കെ പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സ്വാഭാവികം അതിന് ഇടയിൽ നമുക്ക് ഈ വിഷയം വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. ആ സമയത്ത് നമുക്ക് ഓരോ വാർഡിലുള്ള ആളുകളെ കൂടി നമുക്ക് ഓഡിയൻസായി ഉൾപ്പെടുത്താം. അങ്ങനെ അവർക്കുള്ള സംശയം കൂടി നമ്മോട് ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്ന രീതിയിൽ അന്ന് ചെയർമാനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാമെന്ന് ഓർമ്മിക്കുകയാണ്. നിങ്ങളുടെ കൂടെ തന്നെ നമ്മളുണ്ട്. സ്വാഭാവികമായിട്ടും വ്യത്യസ്ത രാഷ്ട്രീയക്കാരാണെങ്കിലും നമ്മളൊക്കെ ഈ നാട്ടിൽ തന്നെ ജീവിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും റോഡ് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, നമുക്ക് കൂടി ഉള്ളതാണുള്ള ബോധ്യം നമുക്കുള്ളതുകൊണ്ട് നമ്മൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്തരം ചർച്ചകൾ തുടർന്നും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മളോടൊപ്പം ഇത്രയും സമയം സഹകരിച്ചതിന്, ഇത്രയും സമയം നമ്മളോട് ചെലവഴിച്ചതിന് ഒരുപാട് സ്നേഹവും നന്ദിയും 3 പേരോടും അറിയിക്കുകയാണ്. നമ്മുടെ ക്യാമറ ചെയ്യുന്നത് അനിൽ മട്ടന്നൂരാണ്. വീണ്ടും മറ്റൊരിടത്ത് കാണാം. എല്ലാവർക്കും സ്നേഹം, നന്ദി. PKK എന്റർപ്രൈസസ് ഇനി മുതൽ മട്ടന്നൂർ വായാന്തോടിലും
പെയിന്റ്, ഹാർഡ്വെയർ, പ്ലൈവുഡ്, ഗ്ലാസ്, കിച്ചൺ ആക്സസറീസ് എന്നിവയുടെ കണ്ണൂരിലെ ഏറ്റവും വിശാലമായ ഷോറൂം PKK എന്റർപ്രൈസസ് പെയിന്റ്സ്, പ്ലൈവുഡ്, ഗ്ലാസ്, ഹാർഡ്വെയർസ്, വായാന്തോട്, മട്ടന്നൂർ.